ഏവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾ പോസ്റ്ററിലൊക്കെ കണ്ടതുപോലെ പാരലൽ വേൾഡ് എന്ന ഒരു വിഷയമാണ്. ഈ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണതെന്ന് പെർസീവ് ചെയ്തതെന്ന് എനിക്കറിയില്ല. എനിവേ, നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ രണ്ട് പിക്ചേഴ്സ് ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യണം. ഓക്കെ, ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തരും, നിങ്ങൾ അതൊന്ന് ഇമാജിൻ ചെയ്യാം. സോ ആദ്യത്തെ പിക്ചർ ഇതാണ്. ഒരു 30-35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വളരെ ഡിസോറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ക്ഷീണിതനായിട്ട് ഒരു കൗച്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ണൊക്കെ ചുമന്നിട്ടുണ്ട്. ആളവിടെ ഇരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, ഫിസിക്കൽ പ്രസൻസ് മാത്രമേ ഉള്ളൂ, മനസ്സുകൊണ്ട് പുള്ളി വേറെ എവിടെയൊക്കെയോ ആണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി. ചിത്രത്തിൽ ഒന്നും കൂടെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സിറിഞ്ചും ഒരു കുപ്പിയും ഒക്കെ അവിടെ സൈഡിലുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ലഹരിയുടെ ആ ഒരു സുഖം അനുഭവിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രമാണ് നമ്മൾ ആദ്യം കാണുന്നത്. കൂടെ തൊട്ടടുത്തായിട്ട് മറ്റൊരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ ഇതാണ് ഒരു 50 വയസ്സുള്ള ഒരു മധ്യവയസ്കൻ. വളരെ പരിമിതമായിട്ടുള്ള വസ്ത്രങ്ങൾ മാത്രമേ ധരിച്ചിട്ടുള്ളൂ. ദേഹം ആസകലം ഭസ്മമൊക്കെ പൂശി, കുറെ മാലകളൊക്കെ ഇട്ട്, രുദ്രാക്ഷമൊക്കെ ഇട്ട്, മേളിലും നെറ്റിയിലും നല്ല നീട്ടി ഒരു 5-6 ചന്ദനക്കുറിയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ഈ രണ്ട് പേരെയാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. നമുക്കറിയാം, ഈ രണ്ട് വ്യക്തികളെയും സമൂഹം രണ്ട് കണ്ണുകളിലൂടെയാണ് നോക്കിക്കാണുന്നത്. രണ്ടാമത്തെ വ്യക്തി, ആ ഭസ്മമൊക്കെ പൂശിയിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് സമൂഹത്തിന്റെ ഒരു അംഗീകാരം ലഭിക്കുന്നുണ്ട്, അല്ലെ? അതായത് അയാൾ ഭക്തിയിലൊക്കെ ഇങ്ങനെ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്, പ്രശ്നക്കാരനൊന്നുമല്ല എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. മറ്റേ പയ്യനെ, അതായത് ആ 30 വയസ്സുള്ള ലഹരിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു പയ്യനെ നമ്മൾ വളരെ മോശക്കാരനായി അല്ലെങ്കിൽ സമൂഹത്തിനൊത്തും അംഗീകരിക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിട്ടാണ് നമ്മൾ ആ പയ്യനെ നോക്കിക്കാണുന്നത്. കാര്യം, നമ്മൾ ഈ ഒരു രണ്ട് പെർസ്പെക്റ്റീവിലാണ് ഈ രണ്ടുപേരെയും കാണുന്നതെങ്കിൽ കൂടിയും, സമൂഹം അങ്ങനെയാണ് അവരെ നോക്കിക്കാണുന്നതെങ്കിൽ കൂടി, ഇവരുടെ ബ്രെയിനിൽ നടക്കുന്ന പ്രക്രിയകൾ ഏറെക്കുറെ സിമിലർ ആണ് എന്നുള്ളതാണ് നമ്മുടെ ന്യൂറോബയോളജി ചൂണ്ടിക്കാണിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കാര്യം ഒരിടത്ത് ചന്ദനത്തിരി ആയിരിക്കും, ഭസ്മമായിരിക്കും, മറ്റേടത്ത് സിറിഞ്ചായിരിക്കും. എന്നിരുന്നാലും അവരുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ ഒന്ന് തന്നെയാണ്. ബ്രെയിനിൽ അവരുടെ റിവാർഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അവരെ ഈ ഒരു അഡിക്ഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നത്, ഇതെല്ലാം ഒരേ പാറ്റേണിലാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രസന്റേഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു യുക്തിയുടെയും അല്ലെങ്കിൽ ഈ ഒരു കോൺഷ്യസ്നെസ്സിന്റെയും റിയാലിറ്റിയുടെയും ഒക്കെ ലോകം വിട്ട് മറ്റൊരു പാരലൽ വേൾഡിൽ ജീവിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളുടെ കാര്യമാണ് ഇന്ന് നമ്മൾ ഈ ഒരു പ്രസന്റേഷൻ വഴി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഡ്രഗ്സ് എന്താണ് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ട് നമ്മുടെ ബോഡിയെ ബാധിക്കുന്ന എന്ത് സബ്സ്റ്റൻസ് ആയാലും അതിനെ നമുക്ക് ഡ്രഗ്സ് എന്ന് പറയാം. ബോഡിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഫിസിക്കലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സ് എന്ന് പറയാം. ഉദാഹരണമായിട്ട് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനിൽ വ്യത്യാസം ഉണ്ടാക്കുന്നു, നമ്മുടെ പെർസെപ്ഷനിൽ വ്യത്യാസം ഉണ്ടാക്കുന്നു, മൂഡിൽ വ്യത്യാസം ഉണ്ടാക്കുന്നു, കോൺഷ്യസ്നെസ്സിൽ വ്യത്യാസം ഉണ്ടാക്കുന്നു. അവയെല്ലാം നമുക്ക് ഡ്രഗ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുപോകാം. ഇതിപ്പോൾ കുറച്ച് സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സിന്റെ ഒരു ലിസ്റ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തത് സ്റ്റിമുലൻസിനെ നമുക്കറിയാം. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഓർത്ത് കുറച്ച് എനർജിയൊക്കെ വേണമല്ലോ. അപ്പം ഞാൻ താഴെ പോയിട്ട് 2 സ്ട്രോങ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായയോ കോഫിയോ ഒക്കെ നമുക്ക് തരുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജിയാണ് ഈ സ്റ്റിമുലൻസ് നമുക്ക് തരുന്നത്. അതായത് കെഫീനും ഈ ഒരു സ്റ്റിമുലൻസിന്റെ കാറ്റഗറി പെടുന്ന ഒരു സൈക്കോ ആക്റ്റീവ് ഡ്രഗ് ആണ്. അതായത് ഇപ്പോൾ കഫീൻ നമുക്ക് തരുന്ന ഒരു എനർജിയുടെ ഡബിൾ ആയിരിക്കാം ഒരു പക്ഷേ കൊക്കൈൻ നമുക്ക് തരുന്നത്. സോ ഇതിനെല്ലാം നമുക്ക് നമ്മുടെ ആ ഒരു എനർജി ലെവലിനെ ഒന്ന് കൂട്ടുന്ന അല്ലെങ്കിൽ നമുക്കൊരു യൂഫോറിയ ഉണ്ടാക്കുന്ന ആ ഒരു സബ്സ്റ്റൻസുകളെ ഒക്കെ നമുക്ക് സ്റ്റിമുലൻസ് എന്നൊരു കാറ്റഗറിയിൽ പെടുത്താം. പിന്നെ ദേർ ആർ ഡിപ്രസൻസ്, നമ്മൾ ആകെ ഒരു ഡിപ്രസീവ് മൂഡിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ആൽക്കഹോൾ എടുക്കുന്നു. ഓക്കെ, ആൽക്കഹോൾ എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ചിൽന്ന് ചാടി നിൽക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അവരൊരു കാം മൂഡിലേക്ക് പോവുമായിരിക്കും. അവരുടെ ആ ഒരു ബ്രെയിനിൽ ഗ്യാബ എന്ന് പറയും, ഗ്യാമോ അമിനോ ബ്യൂട്ടൈറിക് ആസിഡ് പ്രവർത്തിക്കുകയും ബ്രെയിനിൽ ഒരു ബ്രേക്ക് ഇടുന്ന പോലെയാണ് അപ്പോൾ സംഭവിക്കുന്നത്. അതായത് മൊത്തത്തിലൊന്ന് സ്ലോ ഡൗൺ ആവും, ഒരു കാം റിലാക്സിങ് മൂഡിലേക്ക് അവർ പോകും. അപ്പോൾ അത്തരത്തിലുള്ള സബ്സ്റ്റൻസുകളെ നമുക്ക് ഡിപ്രസൻസ് എന്ന് പറയാം. പിന്നെ ഓപ്പിയോയിഡ്സ് ഉണ്ട്. ഓപ്പിയോയിഡ് നിങ്ങൾക്ക് അറിയാം, ഹെറോയിൻ പോലത്തെ സാധനങ്ങൾ. ഓപ്പിയോയിഡ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു യൂഫോറിയ നമുക്ക് ഉണ്ടാക്കുന്നു, ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഫീലിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. പിന്നെ നമുക്ക് ഹാലുസിനോജൻസ് ഉണ്ട്. മൊത്തത്തിൽ നമുക്കൊരു മയക്കം തരുന്ന സാധനങ്ങൾ, LSD പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു മയക്കത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്ന ഡ്രഗ്സ് ആണ്. പിന്നെ കെനാബിനോയിഡ്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ മരുവാനയിലൊക്കെ കാണുന്ന THC ഉണ്ട്. THC ഒക്കെ ഈ ഒരു കെനാബിനോയിഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഒരു കെനാബിനോയിഡ്സ് ആക്ച്വലി നമുക്കൊരു മൂഡ് ഓൾട്ടറേഷൻ വരുത്തുന്നു, നമ്മുടെ മൂഡിൽ ഒരു ചേഞ്ച് ഒക്കെ കൊണ്ടുവരുന്നു.
നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ലേ, മറ്റേ കഞ്ചാവൊക്കെ വലിച്ചിട്ട് ആളുകൾ ഇരുന്ന് ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് ചില്ലായിട്ടിരിക്കുന്ന ആ ഒരു മൂഡിലേക്കൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്ന സാധനങ്ങളാണ് ഈ കെനാബിനോയിഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഡിസോസിയേറ്റീവ്സ് ഉണ്ട്, കെറ്റമിൻ പോലത്തെ സാധനങ്ങൾ. അതായത് നമുക്ക് നമ്മളെ തന്നെ നമ്മളിൽ നിന്ന്, അതായത് നമ്മുടെ ഫിസിക്കൽ ബോഡി ഇവിടെയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് നമ്മളെ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന സാധനങ്ങളെ നമുക്ക് ഡിസോസിയേറ്റീവ്സ് എന്ന് പറയാം. പിന്നെ ന്യൂ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണത്, ഈ ന്യൂ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. നമ്മുടെ സിന്തറ്റിക് എന്നൊക്കെ നമ്മൾ ആ ഒരു പേരിൽ നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾ. ഇവയൊക്കെ ഒരു ഓവർവ്യൂ ആണ് ഞാൻ തന്നത്. ഇതൊക്കെ പല ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ആണ്. അപ്പോൾ ഈ ഡ്രഗ്സ് ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രസന്റേഷന്റെ ഒരു ആദ്യ ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കാലങ്ങളായി നമ്മളൊരു ഇവല്യൂഷണറി പെർസ്പെക്റ്റീവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഒരു പ്ലഷർ സീക്കിംഗ് ആയിട്ടുള്ള ഒരു ആളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് പ്ലഷർ തരുന്ന എന്തിനേയും നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, റീഇൻഫോഴ്സ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഒരു നല്ല ചിക്കൻ ബിരിയാണി കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നിയേക്കാം അല്ലേ? അപ്പോൾ വീണ്ടും നമുക്ക് അതേ കടയിൽ പോയി ആ ചിക്കൻ ബിരിയാണി കഴിക്കാനുള്ള ക്രേവിംഗ് ഉണ്ടാവും. ബിക്കോസ് നമ്മുടെ ബ്രെയിൻ ആ ഒരു പ്ലഷറിനെ വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യാണ്, വീണ്ടും വീണ്ടും നമുക്കത് വേണം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ബ്രെയിനിനുള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പൊ എനിവേ, ഈ ഒരു റിവാർഡ് സിസ്റ്റത്തിനെ, നമ്മുടെ ബ്രെയിനിന്റെ ഈ ഒരു റിവാർഡ് സിസ്റ്റത്തിനെയാണ് നമ്മുടെ ഈ ഡ്രഗ്സ് എല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് വേണം പറയാനായിട്ട്. ഇപ്പൊ നമ്മള് പ്രാചീന കാലത്തിൽ നമ്മളെ അതിജീവനത്തിന് വേണ്ടി സഹായിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു റിവാർഡ് സിസ്റ്റം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ജീവിതം ഇങ്ങോട്ട് മുന്നോട്ട് പോകാനായി നമ്മളെ പ്രേരിപ്പിച്ച ഒരു ന്യൂറൽ പാത്വേ ആണ് ഈ പറയുന്ന റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്നും ആ ഒരു കേവ് മാന്റെ ഇറയിൽ നിന്ന് ഈ ഒരു 2025 എത്തി നിൽക്കുമ്പോഴും ഇതേ ബ്രെയിൻ സർക്യൂട്ടറിയാണ് നമ്മൾ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ നമ്മുടെ റിവാർഡ് സിസ്റ്റത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ, ഈ ഒരു ബ്രെയിനിന്റെ റിവാർഡ് പാത്വേ അല്ലെങ്കിൽ ആ ഒരു ഡോപ്പമിൻ റിലീസ് നടക്കുന്ന ഇങ്ങനെയാണ്. ഈ ഒരു ബ്രെയിനിന്റെ ഈ ഒരു ഭാഗം, അതായത് വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ എന്ന് പറയും, അവിടുന്ന് ഡോപ്പമിൻ സിഗ്നലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ന്യൂക്ലിയസ് അക്യുംബസ്, ആ ഒരു സിഗ്നൽ ന്യൂക്ലിയസ് അക്യുംബസിൽ എത്തുമ്പോൾ അവിടെ ഡോപ്പമിൻ റിലീസ് ആവുകയും, ഈ ഡോപ്പമിൻ ആണ് നമുക്ക് പ്ലഷർ തരുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഡോപ്പമിൻ എത്രത്തോളം റിലീസ് ആവുന്നു നമ്മൾ അത്രത്തോളം സന്തോഷകരമായിട്ട് ഇങ്ങനെ നിൽക്കും. സോ ബേസിക്കലി ഈ ഒരു റിവാർഡ് സിസ്റ്റത്തിനെയാണ് ഈ പറയുന്ന ഡ്രഗ്സ് എല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഒന്ന് ഇമാജിൻ ചെയ്യുക. അതായത് നമ്മുടെ ബ്രെയിനിനകത്ത് ഒരു ഫാർമസി ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ ഫാർമസിയിൽ നിന്ന് നമുക്ക് മരുന്ന് മേടിക്കാനായിട്ട് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ വേണ്ട, ഡോക്ടർ കൺസൾട്ടേഷൻ വേണ്ട, ആവശ്യാനുസരണം അവിടുന്ന് മരുന്ന് എടുത്തങ്ങ് ഉപയോഗിക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഭയങ്കര ഒരു മോശം മൂഡിലിരിക്കുകയാണ്, നമ്മുടെ ബ്രെയിൻ തന്നെ ഒരു ആന്റി ഡിപ്രസന്റ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ആന്റി ഡിപ്രസന്റ് പ്രവർത്തിക്കുകയാണ്. അതും അല്ലെങ്കിൽ നമുക്ക് വല്ലാണ്ട് പെയിൻ വരികയാണ്, നമ്മുടെ ബ്രെയിൻ തന്നെ ഒരു പെയിൻ കില്ലർ ഉണ്ടാക്കുന്നു, നമ്മുടെ ബോഡിയിൽ അത് പ്രവർത്തിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഈ ഒരു പ്രക്രിയ കാലാകാലങ്ങളായി നമ്മൾ ജനിച്ചിടം മുതൽ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മുടെ ശരീരത്തിൽ കൊച്ചു കൊച്ചു വേദനകൾ, കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽ കോക്ടെയിൽസിനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അവയിൽ ചില കെമിക്കൽ കോക്ടെയിൽസിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. എൻഡോജീനസ് ഓപ്പിയോയിഡ്സ് അല്ലെങ്കിൽ എൻഡോകെനാബിനോയിഡ്സ് എന്ന് പറയും. എന്താണ് ഈ എൻഡോജീനസ് ഓപ്പിയോയിഡ്സ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. എൻഡോജീനസ് എന്ന് പറയുന്ന ഒരു ടേമിന്റെ മീനിങ് തന്നെ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ബോഡി എന്നുള്ളതാണ്. നമ്മുടെ തന്നെ ഫാർമസിയിൽ, നമ്മുടെ തന്നെ ബോഡിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കെമിക്കലാണ് ഈ പറയുന്ന എൻഡോജീനസ് ഓപ്പിയോയിഡ്സ്. ഓപ്പിയം നമുക്കറിയാം, ഓപ്പിയത്തിന് സമാനമായിട്ടുള്ള കെമിക്കൽസ് നമ്മുടെ ബ്രെയിനിൽ തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് കുറച്ചു പേർക്കെങ്കിലും ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇൻ റിയാലിറ്റി അത്തരത്തിലുള്ള എൻഡോജീനസ് ഓപ്പിയോയിഡ്സ് നമ്മുടെ ബ്രെയിനിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി എന്താണ് എൻഡോജീനസ് ഓപ്പിയോയിഡ്സിൽ പെടുന്ന ആളുകളാണ് ഈ ഒരു എൻഡോർഫിനും എൻകെഫാലിനും ഡൈനോർഫിനും ഒക്കെ തന്നെ. അപ്പോൾ പലപ്പോഴും നമ്മുടെ ബ്രെയിൻ ഈ പറയുന്ന എൻഡോർഫിനെയോ അല്ലെങ്കിൽ കെനാബിനോയിഡ്സിനെയോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ തന്നെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ അങ്ങ് പരിഹരിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. അതിനെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് എൻഡോർഫിൻ അല്ലെങ്കിൽ എൻകെഫാലിൻ ഒക്കെയാണ്. അപ്പൊ ഇവരുടെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ വിചാരിക്കുകയാണ് നാളെ ഒരു അടിപൊളി ദിവസമാക്കണം, ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ദിവസം ആക്കണം എന്നൊക്കെ വൈകുന്നേരം നമ്മളിങ്ങനെ ഇരുന്ന് പ്ലാൻ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യും, കാലത്തെ ഒരു 5:30 എണീക്കണം, 5:00 എണീറ്റ് വർക്കൗട്ട് ചെയ്യണം, അങ്ങനെ ഒരു നീണ്ട ടു ഡു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ്, ടിക്ക് ചെയ്ത് പോകാനായിട്ട്. വൈകിട്ട് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കിടന്നുറങ്ങി. രാവിലെ നമ്മൾ അലാം സ്നൂസ് ചെയ്ത് അങ്ങ് ഉറങ്ങിപ്പോയി, എണീറ്റില്ല. അന്നത്തെ ദിവസം നമുക്ക് പോക്കാണല്ലേ. രാവിലെ തന്നെ ഒരു മോശം മൂഡായിരിക്കും എണീക്കും. പ്ലാൻ ചെയ്തതൊന്നും നടന്നില്ല, ഇന്നത്തെ ദിവസം വേസ്റ്റ് ആയി പോവോ എന്നുള്ള ഒരു തോട്ടായിരിക്കും അപ്പൊ നമുക്ക് വരുന്നുണ്ടാവുക. അതേസമയം നമ്മൾ ഈ പറഞ്ഞതുപോലെ, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കൃത്യമായിട്ട് നമ്മൾ 5:30 എണീക്കുന്നു, റെഡി ആവുന്നു, 6 മണിക്ക് ജിമ്മിൽ പോകുന്നു,
നല്ലൊരു വർക്കൗട്ടൊക്കെ ചെയ്യുന്നു, തിരിച്ചു വന്നിട്ട് നല്ലൊരു പ്രോട്ടീൻ ഷേക്ക് ഒക്കെ കുടിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊരു പ്രത്യേക സന്തോഷം തോന്നാറുണ്ടല്ലേ, ഇന്ന് ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള ആ ദിവസത്തിന് മൊത്തത്തിലൊരു ഉണർവ് വരാറുണ്ട്. ഈ ഉണർവ് തരുന്ന ആൾക്കാരാണ് ഈ പറയുന്ന എൻഡോർഫിൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന സന്തോഷവും നമുക്ക് ഉണ്ടാവുന്ന കൊച്ചു കൊച്ചു മൂഡ് ചേഞ്ചസും ഒക്കെ നമ്മുടെ ബ്രെയിനിലത്തെ ഈ പറയുന്ന കെമിക്കൽ കോക്ടെയിൽസ് ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ അതുപോലെ തന്നെ ഇതേ കാര്യമാണ് നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് വരുമ്പോഴത്തേക്കിനും നമ്മളെ ഒന്ന് കാം ഡൗൺ ആക്കാൻ ഈ പറയുന്ന നമ്മുടെ ബ്രെയിനിലെ തന്നെ ഈ എൻഡോജീനസ് ഓപ്പിയോയിഡ്സിന് സാധിക്കും. അതുപോലെ പ്രയർ, അതായത് ഇപ്പോൾ നമ്മൾ എല്ലാവരും പറയും എനിക്ക് ദൈവത്തിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല, പക്ഷെ എന്നാലും രാവിലെ ഒന്ന് കുളിച്ച് കുറിയൊക്കെ തൊട്ടൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ദീപാരാധന സമയത്ത് ആ മണിയൊക്കെ അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്പിരിച്വൽ വൈബ്രേഷൻ ഉണ്ടല്ലോ, ആ വൈബ്രേഷനിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന കെട്ടുകഥ ദൈവത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഈ പറയുന്ന വൈബ്രേഷനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നല്ല ഫീൽ ഉണ്ടല്ലോ, ആ ഫീൽ കൊടുക്കുന്നതും ഈ പറയുന്ന എൻഡോജിനസ് ഓപ്പിയോയിഡ്സ് ആയിട്ടുള്ള എൻഡോഫിനും എൻകെഫാലിനും ഒക്കെ തന്നെയാണ്. അതേ ഫീല് തന്നെയാണ് നമുക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണി, മുട്ടയൊക്കെ ഉള്ള ഒരു ചിക്കൻ ബിരിയാണി കിട്ടുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ ഇത്തരത്തിലുള്ള നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കുന്ന ചില ഫീലിങ്ങിന്റെ പുറത്താണ് നമ്മൾ ഈ പറയുന്ന വിശ്വാസവും ഈ കണ്ണിക്കണ്ട അന്ധവിശ്വാസങ്ങളും ഒക്കെ തലയെ പേറി ഇങ്ങനെ നടക്കുന്നത്. സോ ഇതേ സന്തോഷം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു നല്ല ഹൈക്കിന് പോകൂ, നല്ലൊരു ട്രിപ്പിന് പോകൂ, ഫ്രണ്ട്സ് ഒത്തു പോയി ചില്ല് ചെയ്യൂ, ഒരു റിസോർട്ടിൽ റൂം എടുക്കൂ, ഒരു ദിവസം റിലാക്സ്ഡ് ആയിട്ട് വർക്കും ഒക്കെ മാറ്റി വെച്ചൊന്ന് ഇരുന്ന് നോക്കൂ, നിങ്ങൾക്ക് അതേ സന്തോഷം തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ അതാണ് നമ്മുടെ ഈ പറയുന്ന എൻഡോജീനസ് ഓപ്പിയോയിഡ്സിന്റെ കാര്യം. എൻഡോജീനസ് ഓപ്പിയോയിഡ്സ് ആണ് ഈ വക ഫീലൊക്കെ നമുക്ക് തരുന്നത്. ഇനി നമ്മൾ പുറത്തുനിന്നൊരു ഡ്രഗ് എടുക്കുമ്പോൾ, മേ ബി നമ്മൾ ഒരു എന്താ പറയാ കൊക്കെയിൻ എടുക്കുകയാണെന്ന് വെച്ചോ. കൊക്കെയിൻ നമ്മൾ എടുക്കുമ്പോഴത്തേക്കിനും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലെ ഈ എൻഡോജീനസ് ഓപ്പിയോയിഡ് റിസെപ്റ്റേഴ്സിൽ തന്നെയാണ് ഈ പുറത്തുനിന്നുള്ള ഈ ഫോറിൻ ബോഡിയും വന്ന് സ്റ്റിക്ക് ആവുന്നത്. സോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാച്ചുറലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റിവാർഡ് സിസ്റ്റത്തിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ടാണ് ഇവന്മാർ കയറി പ്രവർത്തിക്കുന്നത്. അതിന് ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ട്. ആ ഒരു കോൺസിക്വൻസസിനെ പറ്റിയും ഇനി അങ്ങോട്ട് വരുന്ന സ്ലൈഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ എൻഡോജീനസ് ഓപ്പിയോയിഡ്സ് പോലത്തെ ആളാണ് എൻഡോകെനാബിനോയിഡ്സ്. എൻഡോകെനാബിനോയിഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ THC. ഇപ്പൊ നമ്മൾ കഞ്ചാവൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കഞ്ചാവിനകത്തുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് THC എന്ന് പറയുന്നത്, ടെട്രാഹൈഡ്രോകെനാബിനോൾ എന്ന് പറയും. അപ്പോൾ ഈ THCക്ക് സമാനമായിട്ടുള്ള കെമിക്കൽസിനെ നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ആനന്ദാമൈഡും 2-AGയും. ആനന്ദാമൈഡ് എന്ന് പറയുമ്പോൾ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ആനന്ദാമൈഡ് എന്ന് പറയുമ്പോൾ ആനന്ദം, സന്തോഷം അല്ലേ, അതൊരു സാൻസ്ക്രിറ്റ് ടേം എന്ന് വന്നിട്ടുള്ള ഒരു പേരാണ് ആനന്ദാമൈഡ് എന്നുള്ളത്. എനിവേ നമുക്ക് ആ ഒരു സന്തോഷമൊക്കെ തരുന്ന, നമ്മളെ ഒന്ന് ബാലൻസ് ചെയ്ത് നമ്മുടെ സങ്കടത്തിൽ നിന്നൊക്കെ ഒന്ന് പിടിച്ച് മാറ്റി നമ്മളെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഈ പറയുന്ന എൻഡോകെനാബിനോയിഡ്സ്. എൻഡോകെനാബിനോയിഡ്സിന്റെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ഒരു ജോലി എന്ന് പറയുന്നത് പെയിൻ റിലീഫാണ്. ഇപ്പൊ കാലിൽ ചെറിയൊരു മുറിവ് ഉണ്ടായാൽ നമ്മൾ എക്സ്റ്റേണലി പെയിൻ കില്ലർ, ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു മുറിവാണ്, ഭീകര ഇഞ്ചുറി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എക്സ്റ്റേണലി ഒരു പെയിൻ കില്ലർ കഴിക്കണം. പക്ഷേ വിത്തിൻ നമ്മുടെ ബോഡി തന്നെ ആ വേദനയെ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് എൻഡോകെനാബിനോയിഡ്സ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്പൈനൽ കോഡിലൊക്കെ ധാരാളം എൻഡോകെനാബിനോയിഡ് റിസെപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ബ്രെയിനിൽ നിന്ന് പോകുന്ന ഈ ഒരു പെയിൻ സിഗ്നലിനെ ഒന്ന് ഹിൻഡർ ചെയ്യാൻ ഇവന്മാർ ശ്രമിക്കും, ഒന്ന് തടയാൻ ശ്രമിക്കും. സോ കാലാണ് മുറിഞ്ഞിട്ടുള്ളതെങ്കിൽ കാല് വരെ ആ പെയിൻ്റെ ഒരു സിഗ്നൽ എത്തിക്കാതിരിക്കാൻ ഇവർ ശ്രമിക്കും. അങ്ങനെയാണ് ഇവർ ആ ഒരു വേദന കുറയ്ക്കുന്നുണ്ടാവുക. സോ ഇതൊക്കെ എൻഡോകെനാബിനോയിഡ്സിന്റെ ജോലിയാണ്. ഇപ്പൊ നമ്മൾ എൻഡോർഫിനെ അല്ലെങ്കിൽ എൻഡോജിനസ് ഓപ്പിയോയിഡ്സിനെയും അതുപോലെ തന്നെ എൻഡോകെനാബിനോയിഡ്സിനെയും പറ്റി സംസാരിച്ചു. ഇനി നമ്മളൊരു പുറത്തുനിന്നൊരു കൊക്കെയിൻ പോലത്തെ ഒരു ഡ്രഗ് എടുക്കുമ്പോൾ എന്താണ് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് നോക്കണം. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ബ്രെയിനിൽ വിത്തിൻ നമ്മുടെ ബ്രെയിനിലുള്ള ഈ എൻഡോജിനസ് ഓപ്പിയോയിഡ് റിസെപ്റ്റേഴ്സിൽ തന്നെയാണ് ഈ പുറത്തുനിന്നുള്ള ഡ്രഗും വന്ന് സ്റ്റിക്ക് ചെയ്യുന്നത്. നമുക്ക് അറിയാം, ഇപ്പൊ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജിമ്മിൽ പോയിട്ട് അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. ആ സുഖം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം, ഒരു പരിധിയുള്ള അത്രയും ഒരു ഗുഡ് ഫീലാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതേസമയം ഈ എക്സ്റ്റേണൽ ഡ്രഗ്സ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കിനും ഇതിന്റെയൊക്കെ 10 മടങ്ങ് ഒരു എക്സ്റ്റസി ആയിരിക്കും നമുക്ക് അതൊന്ന് കിട്ടുന്നുണ്ടാവുക. ഇപ്പൊ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഇവരിൽ ഏതാണ് നല്ലതെന്നൊന്നും ബ്രെയിൻ നോക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഏറ്റവും പ്ലഷർ എനിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, എനിക്ക് അവനെ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുകാരനാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്രെയിൻ എന്ത് ചെയ്യും, നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് കിട്ടുന്നത് ഈ പറയുന്ന പുറത്തുനിന്നുള്ള ഡ്രഗ്സ് എടുക്കുമ്പോഴാണ്. സോ ഡെഫിനറ്റ്ലി ബ്രെയിൻ ആ ഒരു വഴിക്ക് തന്നെ പോവും. നമ്മൾ ആ ഒരു എക്സസീവ് ഡോപ്പമിൻ പ്രൊഡക്ഷൻ നടക്കുന്ന എവിടാണോ അത് നമ്മൾ ചൂസ് ചെയ്യും. വീണ്ടും വീണ്ടും നമ്മൾ ആ ഒരു എന്താ പറയാ റിവാർഡ് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെ അത് റീഇൻഫോഴ്സ് ആവുകയും അങ്ങനെ നമ്മൾ ഈ ഒരു അഡിക്ഷനിലേക്ക് പോവുകയും ചെയ്യുകയാണ് പൊതുവെ സംഭവിക്കാറുള്ളത്. ഇനി
ആക്ച്വലി എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എക്സസ് ഓഫ് ഡോപ്പമിൻ നമുക്ക് എക്സ്റ്റേണൽ ഡ്രഗ്സ് തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബോഡി തന്നെ വിചാരിക്കും പുറത്ത് എന്തായാലും ഇഷ്ടം പോലെ നമുക്ക് ഡോപ്പമിൻ കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒരു റാൻഡം എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് റേഷൻ കട, ഒരു റേഷൻ കട നിങ്ങൾ എടുത്ത് നോക്കൂ. റേഷൻ കടയിൽ അത്യാവശ്യം നമുക്ക് കഞ്ഞി കുടിച്ച് പോകാനുള്ള സാധനങ്ങളൊക്കെ കിട്ടുമല്ലേ, കഞ്ഞിയും പയറും ഒക്കെ കിട്ടുമായിരിക്കും. അപ്പൊ ഈ റേഷൻ കട ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്, അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മളെന്ന് വിചാരിക്കുക. അപ്പോഴാണ് ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് അപ്പുറത്ത് വരുന്നത്, തൊട്ടടുത്തായിട്ട് വരുന്നത്. ആ സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, നമുക്ക് വേണ്ടുന്നതും വേണ്ടാത്തയും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ ഒരു വട്ടം ഒന്ന് ആ സൂപ്പർ മാർക്കറ്റിൽ പോയി നോക്കും, കൊള്ളാം സംഭവം, ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള ഓപ്ഷൻസ് നമുക്ക് അവിടെ ഉണ്ട്. രണ്ടാമത്തെ വട്ടം നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിൽ പോകും. അങ്ങനെ സൂപ്പർ മാർക്കറ്റ് നമ്മൾ ചൂസ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഈ ഒരു പഴയ ആ ഒരു റേഷൻ കട നമ്മൾ അങ്ങ് മറന്നേക്കും. ബിക്കോസ് നമുക്ക് അവിടെ ഓപ്ഷൻസ് കുറവാണ്, അവിടെ നമുക്ക് കിട്ടുന്ന റിവാർഡ് ഭയങ്കര കുറവാണ്. ഇതേ കാര്യമാണ് നമ്മുടെ ബ്രെയിനിലും ഈ ഒരു എക്സ്റ്റേണൽ ഡ്രഗിന്റെ കാര്യത്തിൽ നടക്കുന്നത്. നമ്മുടെ എൻഡോർഫിൻസും എൻഡോകനാബിനോയിഡ്സും അതുപോലെ തന്നെ എൻഡോജീനസ് ഓപ്പിയോയിഡ്സും ഒക്കെ നമുക്ക് കുറച്ച് സന്തോഷമൊക്കെ തന്ന് നമ്മളെ എങ്ങനെ ഒന്ന് തൊട്ട് തടവി ഒന്ന് പാമ്പർ ചെയ്ത് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവിടുന്ന് ഇനഫ് ഓഫ് ഡോപ്പമിൻ റിലീസ് നമുക്ക് കിട്ടുന്നത്. ഡെഫിനറ്റ്ലി നമ്മുടെ ബ്രെയിൻ അതിനെ ചൂസ് ചെയ്യുകയും അതിനോടൊപ്പം നമ്മുടെ ബ്രെയിനിൽ നടന്നുകൊണ്ടിരുന്ന ഡോപ്പമിൻ പ്രൊഡക്ഷനെ ഒന്ന് കുറയ്ക്കുകയും ചെയ്യും. ബിക്കോസ് വി ഹാവ് അബണ്ടൻസ് ഓഫ് ഡോപ്പമിൻ ദെയർ. അപ്പൊ പിന്നെ എന്തിനാണ് നമ്മുടെ റേഷൻ കടയും തുറന്നു വെച്ച് ഈച്ച അടിച്ചിരിക്കുന്നത്, എന്നാ റേഷൻ കട പൂട്ടിയേക്കാം എന്ന് ആര് വിചാരിക്കും? നമ്മുടെ ബ്രെയിൻ വിചാരിക്കുകയും നമ്മുടെ ആ ഒരു ഡോപ്പമിൻ പ്രൊഡക്ഷൻ അങ്ങ് കുറയുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു മൂഡ് സ്വിംഗ് വരുമ്പോൾ നമ്മൾ ക്രേവ് ചെയ്യും ഈ മൂഡ് ഓൾട്ടർ ചെയ്യാനായിട്ട്. ബോഡി ഇനഫ് ആയിട്ടുള്ള ഡോപ്പമിൻ അപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, നമ്മൾ വീണ്ടും പോവും ആ എക്സ്റ്റേണൽ സബ്സ്റ്റൻസിനെ തേടി. ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു അഡിക്ഷൻ സർക്കിൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വീണ്ടും വിൽ ചൂസ് ദാറ്റ് ഓവർ ആൻഡ് ഓവർ അഗൈൻ. അങ്ങനെയാണ് അഡിക്ഷനിലേക്ക് ഒരു വ്യക്തി പോകുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇത് നമ്മുടെ ഡോപ്പമിൻ നമ്മളിങ്ങനെ റിലീസ് ചെയ്യുന്നതിൻ്റെ ഒരു പിക്ചറാണ്. ഇത് 2 ന്യൂറോൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രീസിനാപ്റ്റിക് ന്യൂറോൺ, അതായത് പ്രീസിനാപ്റ്റിക് ന്യൂറോൺ എന്നായിരിക്കും നമ്മുടെ ആ ഒരു ഡോപ്പമിൻ റിലീസ് സംഭവിക്കുക. അത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ അക്സെപ്റ്റ് ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ പ്രീസിനാപ്റ്റിക് ന്യൂറോണിന്ന് ഡോപ്പമിൻ റിലീസ് ചെയ്യുമ്പോൾ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ആവശ്യത്തിനുള്ള ഡോപ്പമിനെ സ്വീകരിക്കും. ബാക്കി ഡോപ്പമിനെ തിരിച്ച് ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ട്, ആ ട്രാൻസ്പോർട്ടേഴ്സ് തിരിച്ച് നമ്മുടെ പ്രീസിനാപ്റ്റിക് ന്യൂറോണിലേക്ക് തന്നെ തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ഒരു ഇക്വിലിബ്രിയം, ആ ഡോപ്പമിന്റെ കാര്യത്തിൽ ഒരു ഇക്വിലിബ്രിയം മാനേജ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളൊന്ന് കൊക്കൈൻ എടുക്കുന്നത്. കൊക്കൈൻ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതിനെക്കാട്ടി കൂടുതൽ ഡോപ്പമിൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോപ്പമിൻ നമ്മുടെ ആ ഒരു 2 ന്യൂറോണിന്റെ ഇടയിലുള്ള ആ ഒരു സിനാപ്സിൽ വന്ന് നിൽക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മുടെ റിസപ്റ്റർ ന്യൂറോൺ ആയിട്ടുള്ള പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ റിസീവ് ചെയ്യും. പക്ഷേ തിരിച്ചു പോകുന്ന ഈ പ്രക്രിയ ഉണ്ടല്ലോ, ആവശ്യമില്ലാത്ത ഡോപ്പമിനെ നമ്മൾ തിരിച്ചുവിടുന്ന പ്രക്രിയ ഉണ്ടല്ലോ, അതിനെ നമ്മുടെ കൊക്കൈൻ പോലത്തെ ഡ്രഗ്സ് അങ്ങ് ബ്ലോക്ക് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ സിനാപ്സിൽ ആവശ്യത്തിലധികം ഡോപ്പമിൻ ഇങ്ങനെ റിലീസ്ഡ് ആയി നിൽക്കുകയും അതൊരു ആവശ്യമില്ലാത്ത എക്സൈറ്റ്മെന്റ് നമുക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ഈ പറയുന്ന ഒരു ഹൈ ഡോപ്പമിൻ സർജ് നമുക്ക് ഉണ്ടായി വരുന്നത് എന്ന് വേണം പറയാനായിട്ട്. ഇതിപ്പോ എങ്ങനെയാണ് പല ഡ്രഗ്സ് പല നമ്മുടെ ബ്രെയിനിനെ ഇങ്ങനെ പല രീതിയിൽ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൊക്കൈൻ ഉണ്ട്. കൊക്കൈൻ ഈ പറയുന്ന പോലെ ഡോപ്പമിൻ റീ അപ്ടേക്കിനെ, തിരിച്ചെടുക്കലിനെയാണ് അത് ബ്ലോക്ക് ചെയ്യുന്നത്. ഹെറോയിൻ ആണെങ്കിൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഓപ്പിയോയിഡ് റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്യുന്നുണ്ട്. നിക്കോട്ടിൻ ആണെങ്കിൽ നമുക്കൊരു എക്സ്ട്രീം ഡോപ്പമിൻ റിലീസും ഒരു ഉറക്കമില്ല, ആ ഒരു മൂഡ് സ്വിങ്ങിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ബോർ അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ കുറച്ച് നിക്കോട്ടിൻ എടുത്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് ഓൺ ആവും, ആ ഒരു അവസ്ഥ. അതുപോലെ ആൽക്കഹോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്യാബയുടെ കാര്യം. അതായത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ, നമ്മളിങ്ങനെ ഉണർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ആൽക്കഹോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനൊക്കെ ഒന്ന് കാം ആവാൻ തുടങ്ങും, ഒന്ന് റിലാക്സ്ഡ് ആവാൻ തുടങ്ങും. ആ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. പിന്നെ THC, നമ്മുടെ കഞ്ചാവിലുള്ള THC ആണെങ്കിൽ നമ്മുടെ തന്നെ എൻഡോകനാബിനോയിഡ് ആയിട്ടുള്ള ആനന്ദാമൈഡിന്റെ ആ ഒരു റോളിനെ മിമിക് ചെയ്യും. സോ ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ഡ്രഗ്സ് പ്രവർത്തിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡ്രഗ്സ് എക്സ്റ്റേണലി നമ്മൾ എടുക്കുന്ന ഈ ഒരു ഡ്രഗ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ തന്നെ ബ്രെയിൻ സിസ്റ്റത്തിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ടാണ് ഇവന്മാരെല്ലാം പ്രവർത്തിക്കുന്നത്. ഇന്നേവേ ഒരു ലോങ് റണ്ണിൽ നമുക്കിത് വല്ലാണ്ട് ഹാം ചെയ്യുകയും ചെയ്യുന്നത്. ഇത് ന്യൂറോബയോളജി ഓഫ് അഡിക്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇങ്ങനെയാണ് നമ്മുടെ ഒരു ബ്രെയിനിനെ ഈ പറയുന്ന ഡ്രഗ്സ് കയ്യേറുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. നാച്ചുറലി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോപ്പമിൻ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ആ നാച്ചുറലി നമുക്ക് ഉണ്ടാവുന്ന ഡോപ്പമിനെ കുറയ്ക്കുകയും അവർ കൂടുതൽ പ്ലഷർ തരുമ്പോൾ നമ്മൾ അവരുടെ പുറകെ പോവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വിഡ്രോവൽ ആൻഡ് ഡിപ്പെൻഡൻസ്, നമുക്ക് ആ ഒരു സാധനം കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഒരുപാട് വിഡ്രോവൽ സിംറ്റംസ് കാണിക്കും അല്ലേ. ആങ്സൈറ്റി ഉണ്ടാവും, ഇത് വീണ്ടും 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 കഴിക്കാനുള്ള ക്രേവിംഗ് ഉണ്ടാവും. ആദ്യമൊക്കെ നമുക്ക് ഇപ്പൊ ഒരു ബിയർ കുടിക്കുകയാണെങ്കിൽ ആദ്യം ബിയർ കുടിച്ചാലേ നമുക്ക് ആ ഒരു റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തോന്നുന്നുണ്ടാവുള്ളൂ.
പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ അഡിക്ഷന്റെ ഒരു പീക്കിൽ എത്തുമ്പോഴത്തേക്കിനും ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്യൂസ് കണ്ടാൽ തന്നെ ഒരു ബിയറിന്റെ ബോട്ടിൽ അവിടെ ഇരിക്കുന്ന കണ്ടാൽ തന്നെ നമുക്ക് ബിയർ കുടിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ബ്രെയിൻ എത്തിപ്പെടും എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഈ പറഞ്ഞ പോലെ കമ്പൾഷൻ ആൻഡ് ക്രേവിങ്, അതും ഈ ഒരു അഡിക്ഷന്റെ ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ അഡിക്ഷന്റെ ഒരു സ്റ്റേജ് ആണ് എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അതായത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലഹരിയിൽ അഡിക്റ്റ് ആയി പോകുന്ന ഒരാളുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ആ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന്റെ ഒരു കൺട്രോൾ ലൂസ് ആവുകയും ലിംഫിക് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ബ്രെയിനിന്റെ ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. അപ്പൊ ലിംഫിക് സിസ്റ്റം കൂടുതൽ ഹൈപ്പർ ആക്റ്റീവ് ആവുകയും ഈ പറയുന്ന ലിംഫിക് സിസ്റ്റം നമ്മുടെ ബ്രെയിനിന്റെ ഒരു കൺട്രോൾ ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് പതിവ്. അപ്പൊ ഇത് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നമ്മുടെ ഒരു നമ്മൾ വിചാരിക്കുമായിരിക്കും ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഭജനയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ പരിപാടിക്കൊക്കെ പോയിട്ട് എന്തെങ്കിലും കൗൺസിലിങ്ങിനൊക്കെ പോയിട്ട് അവർ വിചാരിക്കും ഇനിയിപ്പോൾ ഞാനങ്ങ് നന്നായേക്കാം, നാളെ മുതൽ ഞാൻ വെള്ളമടി നിർത്തും, ഞാൻ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കുപ്പി കൈ കൊണ്ട് തൊടത്തില്ല എന്നൊക്കെയുള്ള ഒരു തീരുമാനം അവരെടുത്തേക്കാം. പക്ഷെ പിന്നെ എന്ത് പറ്റും, പിന്നെയും ഇവര് ഈ പറയുന്ന ഒരു കുപ്പി കാണുമ്പോൾ അതിന്റെ പുറകെ പോകും. ദാറ്റ് ഈസ് ബിക്കോസ് എന്താണ്, വില്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല ഇത്. നമുക്ക് എക്സ്റ്റേണലി അവരെ ഉപദേശിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ഒക്കെ ഒരു പക്ഷേ കഴിഞ്ഞു പോകുമായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ ബ്രെയിനിന്റെ ആ ഒരു ഫംഗ്ഷനെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും, നമ്മൾ അങ്ങേയറ്റം അഡിക്റ്റഡ് ആയി പോയിട്ടുണ്ടാവും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പലപ്പോഴും ചെയ്യേണ്ടത് ഈ പറയുന്ന പോലെ അച്ഛന്മാരുടെ അടുത്ത് കുമ്പസരിപ്പിക്കാൻ വിടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭജനയ്ക്ക് കൊണ്ടുപോവോ, ഇതൊന്നും അല്ല വേണ്ടത്. മറിച്ച് അവർക്ക് ഇനഫ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്കപ്പോൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്തിനാണ് നമ്മൾ ഇതിനെയൊക്കെ പറ്റി ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം ഡ്രഗ്സ് നമ്മുടെ സമൂഹത്തിൽ വല്ലാണ്ട് കൂടുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു ടോക്ക് നമുക്ക് ഈ പത്രമാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്തിനാണ് ഈ ഡ്രഗ്സിന്റെ ന്യൂറോബയോളജിയെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത്? അതിന്റെ ആവശ്യം എന്തോ, ഡ്രഗ്സ് അങ്ങ് ഉപയോഗിക്കാണ്ടിരുന്നാൽ പോരെ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ എന്താണ് ഈ ഒരു ഡ്രഗ് എടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഒരു പരിധിവരെ ആ ഒരു അഡിക്ഷന്റെ ആ ഒരു ലെവലിലേക്ക് നമുക്ക് പോകാതിരിക്കാനായിട്ട് സാധിക്കും. നമ്മളൊരു കാര്യത്തെ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനകത്തുനിന്ന് പിന്മാറാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടെങ്കിലും റാഷണലായിട്ട് അതിൽ ആ ഒരു സാധനം ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. ആൻഡ് ഓൾസോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡ്രഗ്സ് നമ്മുടെ നാച്ചുറൽ സിസ്റ്റത്തിനെയാണ് ഹൈജാക്ക് ചെയ്യുന്നത്. നമ്മൾ നാച്ചുറലി നമ്മളെ ഹാപ്പി ആയിക്കൊണ്ടിരുന്ന ആൾക്കാരെയൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ ബ്രെയിൻ ഡ്രഗ്സിനെ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളെ ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു അവർ വിൽ പവർ, മറിച്ച് നമ്മുടെ ബ്രെയിനിനെ ഹീൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പക്ഷേ ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ, ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ വിച്ച് ഈസ് സേഫർ, പല ഡിസ്കഷനും വരാറുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങൾ ആൻസർ പറയുന്നുണ്ടാവുക? ഡ്രഗ്സ് ആണോ പ്രശ്നക്കാരൻ, ആൽക്കഹോൾ ആണോ പ്രശ്നക്കാരൻ? കേൾക്കുന്നില്ല. നന്ദകുമാർ ഡോക്ടർ മാത്രം പറഞ്ഞു ആൽക്കഹോളിന്. മെജോറിറ്റി ആളുകളും പറയുന്നത് ഡ്രഗ്സ് ആണ് എന്നായിരിക്കും. കാര്യം നമ്മൾ ഡ്രഗ്സിന്റെ കാര്യം കേൾക്കുമ്പോൾ ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ വരിക എന്താണ്, ആൽക്കഹോൾ കുടിച്ചാൽ എന്തെങ്കിലും നമുക്ക് ലിവർ സിറോസിസ് വന്നേക്കാം, എന്തെങ്കിലും നമ്മുടെ ലിവറിന് പ്രശ്നം വന്ന് നമ്മൾ മരിച്ചു പോയേക്കാം എന്നൊരു തോന്നലായിരിക്കും വരിക. ഡ്രഗ്സ് വിഷയമാണ്, കാരണം എന്താ, ഒന്ന് ഓവർഡോസ് ആയി പോയാൽ ഇരുന്നിരിപ്പി മരിച്ചു പോകും എന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഒരു ലോങ് ടേം ഇമ്പാക്റ്റിനെ നമ്മൾ പലപ്പോഴും തൃണവൽക്കരിച്ചുകൊണ്ട് ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് എന്താണോ പറ്റുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ജഡ്ജ് ചെയ്യുന്നത്. പക്ഷേ ഇൻ റിയാലിറ്റി ഡ്രഗ്സിനെക്കാട്ടിലും ഒരു പടി പ്രശ്നക്കാരനായിട്ടുള്ളത് ആൽക്കഹോൾ ആണ് എന്ന് പറയാം. ഇപ്പൊ ഡ്രഗ്സ് ആണോ ആൽക്കഹോൾ ആണോ കൂടുതൽ പ്രശ്നക്കാരൻ എന്നൊക്കെ പറയുന്നത് ഒരു നല്ല കൈൻഡ് ഓഫ് ഡിസ്കഷൻ അല്ല. മറിച്ച് കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഡ്രഗ്സും നമുക്ക് മോശമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എലിവിഷമാണോ വേറെ ഏതെങ്കിലും വിഷമാണോ കൂടുതൽ നല്ലത് എന്ന് ചോദിക്കുന്ന പോലെയുള്ളൂ ഈ ഡ്രഗ് ആണോ ആൽക്കഹോൾ ആണോ ഏതാ ബെറ്റർ എന്ന് ചോദിക്കുന്നത്. ബട്ട് ശരിക്കും നമ്മൾ പല സ്റ്റഡീസും പറയുന്നത് ആൽക്കഹോൾ ആണ് ഡ്രഗ്സിനെക്കാട്ടിലും പ്രശ്നക്കാരൻ. ബട്ട് സ്റ്റിൽ നമ്മുടെ സൊസൈറ്റി ആൽക്കഹോളിനെ കുറിച്ച് ഒന്ന് കുറച്ചാണ് കാണാറ്. ഇപ്പോൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ഒരാളും ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാളും വന്ന് നമ്മുടെ മുന്നിൽ നിന്ന മേ ബി ജസ്റ്റ് ഇമാജിൻ ഒരു കല്യാണാലോചന നടക്കുകയാണ്. അപ്പോൾ ചെക്കനെ പറ്റിയിട്ട് നമ്മൾ ഈ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ നമ്മുടെ ഒരു നാട്ടിൽ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ ചെക്കനെ പറ്റിയിട്ട് പെണ്ണിന്റെ വീട്ടുകാരൊക്കെ കാര്യമായിട്ട് അന്വേഷിക്കുമ്പോഴത്തേക്കിന് പറയുന്നു 2 ചെക്കന്മാരുടെ ആലോചന വന്നിട്ടുണ്ട്, അപ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. ജസ്റ്റ് an ഇമാജിനറി സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഒരാള് കുറച്ച് ഡ്രഗ് അഡിക്റ്റ് ആണ്, മറ്റേയാളാണെങ്കിൽ അത്യാവശ്യം വെള്ളമടിയൊക്കെ ഉണ്ട്. ആരെയായിരിക്കും ചൂസ് ചെയ്യുക? ഡ്രഗ് ആണെങ്കിൽ വേണ്ട, വെള്ളമടിയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ചെക്കന്മാർക്കൊക്കെ ആരാ ഇപ്പം ഇത്തിരി വെള്ളമടിക്കാത്തത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ ആ ഒരു വെള്ളമടിക്കാരനെ മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു പൊതുവേ ഞാനൊന്ന് ഒബ്സർവ് ചെയ്തതനുസരിച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സോ വെള്ളമടിയെ നമ്മൾ പലപ്പോഴും കുഴപ്പമില്ലാത്ത ആളാണ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലൂടെയാണ് കാണുന്നത്. പക്ഷേ സയൻസ് പറയുന്നത് അങ്ങനെയല്ല.
ഇതിപ്പോ 2010 ലാൻസെറ്റിൽ പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റഡിയാണ്. ഡേവിഡ് നട്ടും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കൂട്ടാളികളും കൂടെ ചേർന്ന് നടത്തിയ ഒരു സ്റ്റഡിയാണ്. ഫിസിക്കൽ ഹാം, ഡിപ്പെൻഡൻസ്, സോഷ്യൽ കോൺസിക്വൻസ്, ഈ ഒരു മേഖലകളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഇവാലുവേഷൻ നടന്നിട്ടുള്ളത്. അതായത് സമൂഹത്തിൽ അല്ലെങ്കിൽ ഫിസിക്കലി നമുക്ക് എന്തോരം ഹാം ഉണ്ടാക്കുന്നുണ്ട്, ഡിപ്പെൻഡൻസിലേക്ക് പോകാൻ സാധ്യത കൂടുതലുള്ളത് ഏതാണ്, സോഷ്യൽ കോൺസിക്വൻസ് സൃഷ്ടിക്കാൻ സാധ്യത കൂടുതലുള്ളത് ഏതാണ്, ഇതൊക്കെ വെച്ചിട്ടാണ് ആ ഒരു സ്റ്റഡി നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഔട്ട് ഓഫ് 100 ആൽക്കഹോളിന് കിട്ടിയ പോയിന്റ് എന്ന് വെച്ചാൽ ഓവറോൾ ഹാം സ്കോർ എന്ന് വെച്ചാൽ 72 ആണ്. പിന്നെ വരുന്നുള്ളൂ ഹെറോയിനും കൊക്കെയിനും ഒക്കെ. അപ്പോൾ ആൽക്കഹോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ വളരെ ചെറുതായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിനൊരു എക്സാമ്പിൾ ആണ് ദ ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ, IARC, പറഞ്ഞിട്ടുള്ളത് ഗ്രൂപ്പ് 1 കാർസിനോജന്റെ ഗണത്തിലാണ് ആര് പെടുന്നത്, ആൽക്കഹോൾ പെടുന്നത് എന്നുള്ളതാണ്. അതായത് ആൽക്കഹോൾ ഹാസ് ഡയറക്റ്റ് അസോസിയേഷൻ വിത്ത് ക്യാൻസർ. മനുഷ്യരിൽ ക്യാൻസർ റിസ്ക് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരാളാണ് ആര്, ആൽക്കഹോൾ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും വരുന്ന ലിവർ സിറോസിസും എന്തെങ്കിലും വരുന്ന ലിവർ ഫെയിലിയറും മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൽക്കഹോളിന്റെ പ്രശ്നം. നമ്മൾ മറ്റേതെങ്കിലും ക്യാൻസർ നമുക്ക് വന്നാൽ പോലും നമ്മൾ ആൽക്കഹോളിനെയും അതിനെയും തമ്മിൽ നമ്മൾ റിലേറ്റ് ചെയ്യത്തേയില്ല. കാരണം ആൽക്കഹോളിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് നമ്മൾ അതിനെ കാണുന്നില്ല. പക്ഷെ റിയാലിറ്റിയിൽ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് ഉണ്ടാക്കാൻ, ഓറൽ ക്യാവിറ്റി, ഫാരിങ്സ്, ലാരിങ്സ്, ഇസോഫാഗസ്, ലിവർ, ഇവിടെയൊക്കെ ക്യാൻസർ ഉണ്ടാക്കാൻ കാലിബർ ഉള്ള ആളാണ് നമ്മൾ ഈ കുടിക്കുന്ന ബിയറും നമ്മുടെ ലിക്വറും ഒക്കെ. സോ അതിനെ നമ്മുടെ സമൂഹം ഒരുപാട് തെറ്റായിട്ടാണ് പെർസീവ് ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോ കുറച്ചധികം ദിവസങ്ങളായിട്ട്, ഇപ്പം ഈ ഒരു കുറച്ച് അധികം നാളുകളായിട്ട് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പൊതുവേ ഉള്ളൊരു സംസാര വിഷയമാണ് നമ്മുടെ യുവജനങ്ങളെല്ലാം ഡ്രഗിന് അഡിക്റ്റ് ആവുന്നു, കഞ്ചാവിനും മയക്കുമരുന്നിനും മറ്റ് ലഹരികൾക്കും നമ്മുടെ യുവജനങ്ങളെല്ലാം അഡിക്റ്റ് ആവുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള വാർത്ത നമ്മൾ കാണാറുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ ബാക്ക് ചെയ്യാൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ നമുക്ക് ഔട്ട് ഓഫ് ഒബ്സർവേഷൻ പറയാം. ഇപ്പൊ സ്കൂളുകളിൽ ഒരുപാട് ലഹരി മരുന്നുകൾ ഉപയോഗം നമ്മൾ കണ്ടെത്തുന്നുണ്ട്, സമൂഹത്തിൽ നമ്മൾ ഒരുപാട് ലഹരി മരുന്നുകളുടെ ഉപയോഗം കണ്ടെത്തുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ഒബ്സർവേഷനിലൂടെ പറയാം. ശരിയാണ്, അത്തരത്തിലുള്ള ലഹരി മരുന്നുകളുടെ ഉപയോഗം കൂടുതലായിട്ട് ഇപ്പൊ കണ്ടെത്തുന്നുണ്ട്, വാർത്തയിലേക്ക് അത് വരുന്നുണ്ട്, പൊതുജനത്തിന്റെ മുന്നിലേക്ക് അത് ചർച്ചയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ മുൻപും അതായത് എല്ലാ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ലഹരികൾ ഉണ്ടായിട്ടുണ്ട്. ഒരു 10 വർഷം മുൻപ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ലഹരികൾ ആയിരുന്നിരിക്കില്ല ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും അന്നൊന്നും ലഹരി ഇല്ലായിരുന്നു, ഇപ്പോഴാണ് എല്ലാവരും ലഹരിക്ക് അഡിക്റ്റ് ആവുന്നത് എന്നുള്ളത്. അപ്പൊ കാലങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ ഈ പറയുന്ന ലഹരിക്ക് അടിമകളായി വരാറുണ്ട്. അത് മദ്യമായിക്കോട്ടെ, മയക്കുമരുന്നായിക്കോട്ടെ, ഏത് തരം ലഹരികളായിക്കോട്ടെ, ഇവയെല്ലാം ഒന്നടങ്കം നമ്മുടെ ഒരു നാച്ചുറൽ റിവാർഡിങ് സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇന്നവേ ഇത് ദോഷം മാത്രമല്ലാണ്ട് 1% ഗുണം പോലും ഇനീഷ്യലി നമുക്കൊരു ഹൈയും സന്തോഷവും ഒക്കെ തോന്നുമെന്നല്ലാണ്ട് മറ്റൊന്നും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിപ്പോ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഇപ്പൊ നമ്മൾ ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്, യങ്സ്റ്റേഴ്സ് ഒക്കെ ലഹരി ഉപയോഗിക്കലാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും. ഇപ്പോൾ കുറച്ച് നാൾക്ക് മുൻപ് 2 ദിവസത്തിന് മുൻപ് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു റെസിഡൻസ് അസോസിയേഷൻ ഒരു ജാഥ നടത്തുന്ന കണ്ടു. വിദ്യാർത്ഥികളുടെ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ഒരു ജാഥ ഒരു റെസിഡൻസ് അസോസിയേഷൻ നടത്തുന്നുണ്ടായിരുന്നു. നല്ല കാര്യമാണ്. അതുവഴി ആരെങ്കിലും ഒക്കെ അവെയർ ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാവർക്കും അറിയാം ഈ പറയുന്ന ലഹരി മരുന്നുകളെല്ലാം ദോഷമാണ് എന്നുള്ള കാര്യം. പക്ഷെ സ്റ്റിൽ വി ആർ പിക്കിംഗ് ദാറ്റ്, അല്ലെ, വീണ്ടും നമ്മളത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഈ പറയുന്ന ആരെങ്കിലും അഡിക്റ്റഡ് ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പ്രൊഫഷണൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. യെസ്, പിന്നെ ഈ പറയുന്ന യങ്സ്റ്റേഴ്സിനെ ആക്ഷേപിക്കുന്ന കാര്യം, അത് ശരിക്കും ചിലപ്പോൾ അവർ ഉപയോഗിക്കുന്നുണ്ടാവാം. ബട്ട് കാലങ്ങളായിട്ട് ഇപ്പോൾ പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിൻ്റെയും സമയം മുതൽ നെക്സ്റ്റ് ജനറേഷനെ, യുവതലമുറയെ കുത്തിപ്പറയുക, അല്ലെങ്കിൽ അവരൊക്കെ പ്രശ്നക്കാരാണ് എന്നുള്ളൊരു ഇമേജ് സൃഷ്ടിക്കുക എന്നുള്ളത് അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ ഒക്കെ ഉപയോഗം എല്ലാ കാലത്തും പല ലഹരിയിൽ മനുഷ്യൻ അഡിക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഇന്നും പലരും അഡിക്ഷനിലേക്ക് പോകുന്നുണ്ട്. അതിപ്പോൾ യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, പ്രായമായവരായിക്കോട്ടെ, പ്രായഭേദമന്യേ അഡിക്ഷനിലേക്ക് പോയാലും അത് പ്രശ്നം തന്നെയാണ്. ഇനി നമ്മൾ ആൽക്കഹോൾ പോലെ തന്നെ ഏറ്റവും നിസ്സാരവൽക്കരിക്കുന്ന ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഡ്രഗാണ് ഭക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ പിക്ചറിൽ കണ്ട ആ ഒരു ഭസ്മം പൂശിയിരിക്കുന്ന ആളിനെ കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാത്തത്. കാരണം സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നാച്ചുറലാണ്, അതിനിപ്പോൾ എന്താ പ്രശ്നം എന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ ഭക്തിയുടെ കാര്യത്തിലും സംഭവിക്കുന്നത് ഏറെക്കുറെ സെയിമാണ്. ഈ അടുത്തിടയ്ക്ക് ഞാനൊരു ബുക്ക് വായിക്കേണ്ടായി, അവസാനം പറയാം ഞാൻ അത് ഏത് പുസ്തകമാണെന്ന്. ആ ഒരു ബുക്കിനകത്ത് ഞാൻ വായിച്ചൊരു കാര്യമാണ്, തമിഴ്നാട്ടിലൊരു ക്ഷേത്രമുണ്ട്, കരൂരിൽ ഒരു മഹാലക്ഷ്മി ക്ഷേത്രമാണ്.
ആ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ സമയത്ത് നമ്മുടെ ഇവിടുത്തെ ആറ്റുകൽ പൊങ്കാലയൊക്കെ പോലെ ഇന്നാണ് ഉത്സവമെങ്കിൽ തലേ ദിവസം രാവിലെ മുതലേ ആളുകൾ അമ്പലത്തിലേക്ക് വരും. എന്നിട്ട് ഇന്ന് രാവിലെ ഈ ഉത്സവം നടക്കുന്നതിന്റെ അന്ന് രാവിലെ, അത് കർക്കിടകം 19 ആ ഒരു ദിവസം അങ്ങാണ്ടാണ് ഈ ഉത്സവം നടക്കുന്നത്. ആ ഉത്സവം നടക്കുന്നതിന്റെ ദിവസം രാവിലെ ആ ഒരു ഉത്സവത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പൊങ്കാലയ്ക്കൊക്കെ ഇരിക്കുന്ന പോലെ ആളുകൾ ഇങ്ങനെ നിരയായിട്ട് ഇങ്ങനെ ലൈനായിട്ട് ഇരിക്കുന്നുണ്ടാവും. ആ അമ്പലത്തിലെ കർമ്മി അല്ലെങ്കിൽ പൂജാരി ഒരു ചാക്ക് നിറയെ തേങ്ങയായിട്ട് വരുന്നുണ്ടാവും. ആ പൂജാരിയുടെ തൊട്ട് പിന്നാലെ പൂജാരിയുടെ സന്തത സഹചാരികളായിട്ടുള്ള മറ്റാളുകൾ ഉണ്ടാവും. അവരുടെ കയ്യിൽ ഈ പറയുന്ന ഭസ്മവും മഞ്ഞപ്പൊടിയും ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ നിരയായിട്ട് ആളുകൾ ഇരിക്കുകയാണല്ലോ, പുള്ളി വന്ന് ഓരോ തേങ്ങ എടുക്കും, തലയിൽ എറിഞ്ഞങ്ങ് പൊട്ടിക്കും. നമ്മുടെ ഈ ഗണപതി അമ്പലത്തിലൊക്കെ പോയി നമ്മൾ ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുമല്ലോ, ഗണപതിക്ക് ഏറ്റവും ഫേവറേറ്റ് തേങ്ങയാണല്ലോ. അപ്പോൾ കല്ലിൽ എറിഞ്ഞ് ഉടയ്ക്കുന്ന പോലെ തലയിൽ എറിഞ്ഞങ്ങ് ഉടയ്ക്കും. ലിറ്ററലി ഇപ്പോഴും നടക്കുന്ന കാര്യമാണ്. തലയിൽ എറിഞ്ഞ് ഉടയ്ക്കുമ്പോൾ ഡെഫിനറ്റ്ലി ചോര വരും. ചോരയിലേക്ക് മറ്റേ വന്ന ആൾ കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിടും. എന്നിട്ട് ഇതെല്ലാം സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള അന്ധവിശ്വാസമാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന വസ്തുത. അവിടെ തന്നെ ഗവൺമെന്റ് ക്ലിനിക്സ്, മെഡിക്കൽ ക്ലിനിക്സ് അവിടെ വെച്ചിട്ടുണ്ടാവും. ഈ പറയുന്ന ഇഞ്ചേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവിടെ പോയി ഫസ്റ്റ് എയ്ഡ് എടുക്കാം, വീട്ടിൽ പോവാം. ഇത് നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മുടെ നാട്ടിൽ നടക്കുന്ന മറ്റൊരു കാര്യം പറയാം. ഈ മുരുകന്റെ അമ്പലങ്ങളൊക്കെ വീടിനടുത്തോ പരിസര പ്രദേശങ്ങളിലോ ഒക്കെ ഉള്ള ആളുകൾക്ക് കണ്ടാൽ അറിയാം, കാണാറുള്ളതാണ്. കൊച്ചു പിള്ളേരുൾപ്പെടെ, വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ഉൾപ്പെടെ വെയിലത്തും കാലാവസ്ഥ എന്താണെന്നൊന്നും നോക്കാതെ ചെരുപ്പ് പോലും ഇടാതെ അവരിങ്ങനെ നടന്നു പോകുന്നുണ്ടാവും. ചുമ്മാ നടന്നു പോവല്ല, അവരുടെ കവിളിക്കൂടെ നാരങ്ങയൊക്കെ നിറച്ച ശൂലം ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ടാവും. ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ എന്ത് ഹൊറിബിൾ ആയിട്ടുള്ള കാഴ്ചയാണ്. നമ്മൾ പറയുമ്പോൾ പറയും പ്രബുദ്ധ കേരളം, നമ്മൾ ഇത്രയും ലിറ്ററേറ്റ് ആണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്നും നടക്കുന്ന ഒരു കാര്യമാണിത്. ഇനി വേറെ കുറച്ച് വലിയ എണ്ണന്മാരുണ്ട്. ഈ എണ്ണന്മാരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബേക്കറിയിലൊക്കെ അൽഫാമിന് ഇങ്ങനെ ചിക്കൻ കൊരുത്തിടുമല്ലോ, അതുപോലെ ഇങ്ങനെ ലോറികളിലൊക്കെ ഒരു കമ്പിൽ കൊരുത്ത് ആളുകൾ ഇങ്ങനെ കിടക്കുന്ന കാണാം. നമ്മുടെ തോളിലെ മാംസത്തിലൂടെ ഒരു കമ്പി കയറ്റി ഇങ്ങനെ പൊരിക്കാനിട്ടേക്കുന്ന അൽഫാം പോലെ ഒരു വെയിലത്ത് കിടക്കുന്ന കാണാം. ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണ്? എവിടോ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവം കൊടുക്കാൻ പോകുന്ന എന്തോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ഇങ്ങനെ പറന്നു പോകുന്നതൊക്കെ. സോ ഇവർക്കൊക്കെ കിട്ടുന്ന, നമ്മൾ വിചാരിക്കും ഇവർക്കൊക്കെ ഭ്രാന്താണോ എന്തോ ഈ കാണിക്കുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇവർക്കും ഈ പറയുന്ന പോലെ ഒരു ഹൈ കിട്ടുന്നുണ്ട്, ഒരു റിവാർഡ് കിട്ടുന്നുണ്ട്, എന്തോ വലിയ കാര്യം ചെയ്ത ഒരു ഫീലാണ് അവർക്ക് ഉണ്ടാവുക. ആ ഒരു ഫീലിന്റെ പുറത്താണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഡ്രഗ്സിന്റെ ന്യൂറോൺ കേന്ദ്രങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു, അതുപോലെ ഭക്തിയുടെ ന്യൂറോൺ കേന്ദ്രങ്ങളെ പറ്റിയിട്ടാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്. ഭക്തിയുടെ കാര്യം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രെയിനിന്റെ ഒരു ഒറ്റ പാർട്ടൊന്നും അല്ല ഭക്തി ഡീൽ ചെയ്യുന്നത്. ബ്രെയിനിന്റെ നിരവധി പാർട്ടുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചാണ് ഭക്തിയുടെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് തരുന്നത്. പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, ടെംബ്രോപാരൈറ്റൽ ജംഗ്ഷൻ, ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്, ലിംഫിക് സിസ്റ്റം, ബ്രെയിനിന്റെ റിവാർഡ് സിസ്റ്റം. ബ്രെയിനിന്റെ റിവാർഡ് സിസ്റ്റം നമ്മൾ ഓൾറെഡി പറഞ്ഞു, എവിടെയാണ് ഡ്രഗ് യൂസിൽ എങ്ങനെയാണ് അത് വർക്ക് ആവുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഭക്തിയുടെ കാര്യത്തിലും ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത്. പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് നമുക്കറിയാം, ലോജിക്കൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെയാണ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. പക്ഷേ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന് വേറെയും ഒരു ദൗത്യമുണ്ട്. പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന്റെ വെൻട്രോമീഡിയൽ അല്ലെങ്കിൽ ഡോർസോ ലാറ്ററൽ റീജിയൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹയർ ഓർഡർ തിങ്കിങ് പ്രൊമോട്ട് ചെയ്യുന്ന ബ്രെയിൻ റീജിയൻസ് ആണ് ഇവരൊക്കെ. നമുക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ട് റീസൺ ചെയ്യാനും ലോജിക്കലി അല്ലെങ്കിൽ മോറലി ജഡ്ജ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പലപ്പോഴും ചില ആളുകളൊക്കെ എന്തോ നിങ്ങളെ കാണിക്കുന്നത്, എന്തുവാണ് നിങ്ങളുടെ വിശ്വാസം എന്നൊക്കെ ചോദിക്കുമ്പോൾ സാധാരണ വളരെ നോർമൽ ആയിട്ടുള്ള ആളുകളൊക്കെ പറയും, എന്താണ്, എനിക്ക് ദൈവത്തിന്റെ അടുത്തുനിന്ന് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിച്ച് കിട്ടിയാൽ മതി, എൻ്റെ മോളുടെ പരീക്ഷയ്ക്ക് അവളൊന്ന് പാസ്സായാൽ മതി, ഒരു കുഞ്ഞിക്കാല് കണ്ടാൽ മതി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത്രയും കുഞ്ഞു ആഗ്രഹങ്ങളുള്ള ഭക്തന്മാരെ ഒരു സൈഡില്, അതേസമയം അവരുടെ വിശ്വാസത്തിനെയൊക്കെ അങ്ങേയറ്റം ജസ്റ്റിഫൈ ചെയ്യുന്ന വേറൊരു കൂട്ടം ഭക്തന്മാരുണ്ട്. അതായത് ചിലർ പറയുന്ന കേൾക്കാം, ഈ ലോകത്തിന്റെ തന്നെ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്തു എന്നൊക്കെ ആളുകൾ പറയും. ആ ഒരു സ്പിരിച്വൽ വൈബ്രേഷനിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലാതെ ഈ പറയുന്ന ഒരു കല്ലിലുള്ള ദൈവത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അതൊക്കെ വെറും ചെറിയ ഐറ്റം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ ഒരു സ്പിരിച്വൽ വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തെ ഇങ്ങനെ ലോജിക്കലി റീസൺ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ബ്രെയിനിന്റെ റീജിയൻ ആണ് ഈ പറയുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്. പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആ ഒരു പരിപാടിയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തിയറി ഓഫ് മൈൻഡ്. അതായത് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഉണ്ണിക്കുട്ടൻ ഇരിപ്പുണ്ട്. ഉണ്ണിക്കുട്ടൻ്റെ മനസ്സിലൂടെ ഇപ്പം കടന്നു പോകുന്ന തോട്ട്സ് ആസ് എ ഹ്യൂമൻ ബീങ് എന്തൊക്കെയാണെന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഗസ് ചെയ്യാൻ എനിക്ക് പറ്റുമായിരിക്കും. ഇത് ഇതുവരെ തീർന്നില്ലേ, ഇനി എപ്പോഴായിരിക്കും ഇതൊന്ന് തീർന്നത് എന്നൊക്കെയുള്ള ഒരു തോട്ട് നാച്ചുറലി നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കാം. സോ ഇതാണ് തിയറി ഓഫ് മൈൻഡ്. നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് എന്തായിരിക്കാം തോന്നിയിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കാനുള്ള കഴിവ്. അപ്പൊ ഈ ഒരു കഴിവ് നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന കൽവിഗ്രഹത്തിന് വെണ്ണയായിരിക്കുമോ പാൽപ്പായസമായിരിക്കും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ അവർക്ക് എന്നെ പറ്റി ആ ഒരു കൽവിഗ്രഹത്തിന് എന്നെ പറ്റി എന്താവും തോന്നിയിട്ടുണ്ടാവുക,
ആ കൽവിഗ്രഹത്തിന് വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം സപ്ലിമെന്റ് ചെയ്യണം, ഇങ്ങനത്തെ തോട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ പറയുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന്റെ തിയറി ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നത് കൊണ്ടാണ്. ഇനിയുള്ളത് ടെമ്പറൽ ജംഗ്ഷൻ ആണ്. അതായത് ടെമ്പറൽ ജംഗ്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് പെർസ്പെക്റ്റീവ് ടേക്കിങ്ങും എംപതിയും ഒക്കെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ മുൻപത്തെ പ്രസന്റേഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലപ്പോഴും നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് പ്രണയത്തെ അല്ലെങ്കിൽ ലവിനെ, റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലെ കാര്യം തന്നെ ആവണമെന്നില്ല, ലവ് ആസ് എ ഹോൾ നമ്മൾ എപ്പോഴും റിലേറ്റ് ചെയ്യാറുള്ളത് സാക്രിഫൈസിനോടാണ്. ലവ് പ്രൂവ് ചെയ്യാനുള്ള ഒരു മാർഗവും നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സാക്രിഫൈസ് ആണ്. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വേറെ ആർക്കും, ഇപ്പൊ ചില മീംസിലും ട്രോൾസിലും ഒക്കെ കാണും, നിനക്ക് മാത്രമേ ഞാൻ എൻ്റെ ചിക്കൻ്റെ ലെഗ് പീസ് തരുള്ളൂ ബിക്കോസ് ഐ ലവ് യു ദാറ്റ് മച്ച് എന്നുള്ളത്. അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഒരാൾക്ക് കൊടുക്കുന്നത് ലവ് ആണ് എന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിൽ എവിടെയോ ഉണ്ട്. കുഞ്ഞു പിള്ളേർക്കൊക്കെ അമ്മമാർ ചോറ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പറയാറുണ്ട്, അമ്മയോട് സ്നേഹം ഉണ്ടെങ്കിൽ മോനോ അല്ലെങ്കിൽ മോളോ ഈ ചോറ് കഴിക്കുക എന്നൊക്കെ നമ്മൾ പറയും. സോ വി ആർ അസോസിയേറ്റിംഗ് ലവ് വിത്ത് സാക്രിഫൈസ്. ഇഷ്ടമല്ലെങ്കിലും അത് കഴിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുകയാണ് അവിടെ ചെയ്യുന്നത്. ഇതേ കാര്യം നമ്മൾ ദൈവത്തിന്റെ കാര്യത്തിലും ചെയ്യാറുണ്ട്. അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഭക്ഷണം, വെള്ളം. ഇതൊക്കെ പലപ്പോഴും നമ്മൾ ഈ ഭക്ഷണവും വെള്ളവും ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് ദൈവത്തിനോടുള്ള ആദരവ് കാണിക്കുന്നത്. നമുക്കറിയാം, നൊയമ്പ് കാലത്ത് ഒന്ന് തുപ്പല് പോലും ഇറക്കാതാണ് ആളുകൾ ജീവിക്കുന്നത്. ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, രാവിലെ മുതൽ വൈകിട്ട് വരെ ഒന്നും ചെയ്യില്ല. കാര്യം എന്താണ്? ദേ ആർ പ്രൂവിങ് ദെയർ ലവ് ടു ഗോഡ്. ദൈവത്തിനോടുള്ള ഇവരുടെ ലവ് ആണ് അവരിവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. സോ നമുക്ക് വേണ്ടപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചാണ് പലപ്പോഴും നമ്മൾ ഈ പറയുന്ന സ്നേഹം കാണിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ മനുഷ്യനെ പോലെ ദൈവത്തിനെയും കാണുകയാണ്. ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ ബ്രെയിനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മനുഷ്യനെ പോലെ കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ സന്തോഷിക്കുന്ന, കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. കുഞ്ഞു കാര്യം മതി പുള്ളിക്ക് സന്തോഷമാവാൻ, കുഞ്ഞു കാര്യം മതി പുള്ളിക്ക് ദേഷ്യം വരാനും. അപ്പൊ ദേഷ്യം വരാണ്ട് മാക്സിമം സന്തോഷം മാത്രം വരുത്തി പുള്ളിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങ് പോകാനാണ് ഈ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ ബ്രെയിനിന്റെ ടെമ്പറൽ ജംഗ്ഷൻ ആണ് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെയുള്ളത് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ആണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് മറ്റേ ട്രാൻസ് മൂവിയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അത്തരത്തിലുള്ള പ്രാർത്ഥനകൾക്കും പരിപാടികൾക്കും ഒക്കെ നമുക്ക് പോകുമ്പോൾ ചില ആളുകൾ പറയും, ഈ ഭൂമിയിൽ നിന്നേ അങ്ങ് പോയ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്, എനിക്കങ്ങ് ദൈവത്തിനോട് ഒന്നാകുന്ന ഒരു ഫീലാണ് കിട്ടിയത്, ഞാനെന്ന വ്യക്തിക്ക് അവിടെ പ്രസക്തി ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ പറയാറുണ്ട്. ദാറ്റ് ഇസ് ബിക്കോസ് അവിടെ ഈ ഒരു ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ആണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ ഒരു പ്രസന്റേഷൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ ഉറക്കം വരുന്നുണ്ടാവാം, കുറച്ച് ആളുകൾ എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവാം. പക്ഷെ അവരുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ചിന്തകളൊക്കെ കംപ്ലീറ്റ്ലി വേറെ ആയിരിക്കും. അവർക്കൊരു ഫിസിക്കൽ പ്രസൻസ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, മനസ്സുകൊണ്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് നടക്കുകയായിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ഡേ ഡ്രീമിംഗ് ഒക്കെ സാധ്യമാവുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഈ ഒരു ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ആക്റ്റീവ് ആവുന്നതുകൊണ്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, പ്രയറിനോ ഭീകര മെഡിറ്റേഷനോ ഒക്കെ നമുക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഒരു റിയാലിറ്റിയിൽ നിന്ന് കട്ട് ഓഫ് ആയ ഒരു ഫീൽ നമുക്ക് തരുന്നത് ഈ പറയുന്ന ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ആണ്. ഇനിയുള്ളത് ലിംഫിക് സിസ്റ്റം ആണ്. ലിംഫിക് സിസ്റ്റം നിങ്ങൾക്ക് അറിയാം, അതായത് നമ്മുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ബ്രെയിനിന്റെ ഏരിയ ആണ് ലിംഫിക് സിസ്റ്റം. ഈ പറയുന്ന പോലെ എക്സ്ട്രീം ദേഷ്യം, എല്ലാ സാധനവും, സന്തോഷം, ദേഷ്യം, ഇതൊക്കെ പുള്ളിക്കാരൻ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പറഞ്ഞു, ദൈവത്തിനെ നമ്മൾ മനുഷ്യനെ പോലത്തെ ചിന്താഗതിയുള്ള ഒരാളായിട്ടാണ് ചിത്രീകരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഒരാൾ നമ്മളോട് ചെയ്താൽ നമുക്ക് കട്ട കലിപ്പാവും. അതേ കലിപ്പ് ദൈവത്തിനും വരുമ്പോൾ നമ്മൾ വിശ്വസിക്കും. അതുപോലെ തന്നെ ആ ഒരു അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പുള്ളിക്കാരന് അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് ദേഷ്യം വന്നാൽ നമ്മളോട് ഭയങ്കര മോശമായിട്ടായിരിക്കും പെരുമാറുന്നുണ്ടാവുക. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിവാർഡൊന്നും കിട്ടുന്നുണ്ടാവില്ല. സോ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഈ പറയുന്നത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളെ വീണ്ടും പോരട്ടെ എന്നുള്ളൊരു മോഡലായിരിക്കും നിൽക്കുക. നമുക്കത് ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയെ പറ്റി നമുക്ക് തിങ്ക് ചെയ്യാനേ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഈ ഒരു ലിംഫിക് സിസ്റ്റം ആക്ടിവേറ്റ് ആയിട്ട് ഈ പറയുന്ന ദൈവകോപം അത് നമുക്ക് വല്ലാണ്ട് പേടിയാവുന്ന ഒരു സാധനമാണ്. സോ അതിനെ നമ്മൾ ഭയപ്പെടുന്നത് ഈ ഒരു ലിംഫിക് സിസ്റ്റം ആക്റ്റീവ് ആവുന്നതുകൊണ്ടാണ്. ഒരു ഇമോഷണലി നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നത്. ഇനി അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം, കലിമ ചൊല്ലാൻ പറഞ്ഞിട്ട് ചൊല്ലാഞ്ഞിട്ട് ജീവനുള്ള മനുഷ്യനെ വെടിവെച്ച് കൊല്ലുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇമോഷണലി ആളുകൾ ട്രിഗേർഡ് ആവുന്നതുകൊണ്ടാണ്. വിശ്വാസം ഇസ് ഓൾവേസ് കണക്റ്റഡ് ടു ഇമോഷൻ. ഇപ്പം നമ്മളൊരു പ്രണയത്തിലാണ് എന്ന് വിചാരിക്കുക. ആ ഒരു പാർട്ട്ണറിനെ പറ്റി ആരെങ്കിലും മോശം പറഞ്ഞാൽ ഒന്നും നോക്കത്തില്ല, അപ്പം കൊടുക്കും ചെപ്പക്കുറ്റിക്കൊരടി. അതായിരിക്കും ആ ഒരു പ്രണയത്തിന്റെ തീവ്രതയിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെയാണ് വിശ്വാസത്തിന്റെ കാര്യത്തിലും. അവിടെയും നമ്മുടെ ദൈവത്തിനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ, ആരെങ്കിലും പരിഹസിച്ചാൽ, ഏതറ്റം വരെയും പോയിട്ട് അവനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അത് നമ്മുടെ ഈ ഒരു ബ്രെയിനിന്റെ ലിംഫിക് സിസ്റ്റമാണ് ആ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഉള്ളത്, നമ്മൾ ഓൾറെഡി ഡ്രഗ്സിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ റിവാർഡ് സിസ്റ്റമാണ്. വിശ്വാസത്തിനെയും ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഈ ഒരു റിവാർഡ് സിസ്റ്റം തന്നെയാണ്. നമ്മളൊന്ന് അമ്പലത്തിൽ പോകുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ ഹൈ ആണ് നമ്മൾ വീണ്ടും വീണ്ടും വേണം എന്നുള്ള ഒരു
ഒരു തോന്നലിന്റെ പുറത്ത് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യുന്നത്, വീണ്ടും തേങ്ങ എറിഞ്ഞുടയ്ക്കും, വീണ്ടും തല കൊണ്ട് വെച്ച് കൊടുക്കും, വീണ്ടും പട്ടിണി കിടക്കും. ഇതൊക്കെ നമുക്ക് ആ ഒരു ഹൈ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇതേ ഹൈ നമ്മൾ പറഞ്ഞ ആ ഒരു എൻഡോജീനസ് ഓപ്പിയോയിഡ്സ് നമുക്ക് വേറെ രീതിയിലും തരും. നമ്മൾ അതിനൊന്നും നമ്മൾ പൈസ ചെലവാക്കില്ല. നമ്മുടെ നാട്ടിലെ ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു ട്രിപ്പ് പോവാൻ, ഒരു വെക്കേഷന് പോവാൻ, എന്റർടൈനിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് പോകാൻ അവർ പൈസ ചെലവാക്കില്ല. അതൊക്കെ അനാവശ്യ ചെലവാണ് എന്നാണ് അവർ പറയുന്നത്. അതേസമയം ഒന്ന് അമ്പലത്തിൽ പോവാൻ, അല്ലെങ്കിൽ ഒരു ഉത്സവം നടത്താൻ, ഒരു ആനയെ എഴുന്നള്ളിക്കാൻ, കൊടിമരത്തിനൊന്ന് എന്താ പറയുക സ്വർണം പൂശാൻ ഇഷ്ടം പോലെ ഫണ്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അതൊക്കെ വേണ്ടുന്ന കാര്യം, ഇതൊക്കെ വേണ്ടാത്ത കാര്യമായിട്ടാണ് പലപ്പോഴും നമ്മൾ കാണുക. പക്ഷേ നമുക്ക് ഒരു പക്ഷേ ഈ പറയുന്ന ഒരു ഭജനയ്ക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് അമ്പലത്തിൽ പോയി മണിയടി കേൾക്കുമ്പോൾ കിട്ടുന്നതിന്റെ ഡബിൾ ഹൈയും സന്തോഷവും ഒക്കെ ആയിരിക്കും നമ്മളൊരു നല്ല ട്രിപ്പിന് പോയാൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് നാച്ചുറലി കിട്ടുന്ന ഈ ഒരു നല്ല ഹൈ ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് എന്തിനാണ് ഈ പറയുന്ന ഡ്രഗിന്റെയും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുടെയൊക്കെ പുറകെ പോകുന്നത് എന്നൊന്ന് ചെറുതായിട്ട് ചിന്തിച്ച് നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ നമുക്കിപ്പോൾ ശരിക്കുള്ളൂ. ഡ്രഗ് അഡിക്ഷൻ ആൻഡ് ബിലീഫ് സിസ്റ്റം, എങ്ങനെയാണ് ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു കാര്യം ഓൾറെഡി നമ്മൾ പല എടുത്തായിട്ട് ഈ ഒരു പ്രസന്റേഷന്റെ പല ഭാഗത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡോപ്പമിൻ ആൻഡ് റിവാർഡ് സിസ്റ്റം, ഡോപ്പമിനെയും റിവാർഡ് സിസ്റ്റത്തിനെയൊക്കെ ഫ്യുവൽ ചെയ്തുകൊണ്ടാണ് ഡ്രഗ് അഡിക്ഷൻ ആയിക്കോട്ടെ വിശ്വാസം ആയിക്കോട്ടെ മുന്നോട്ട് പോകുന്നത്. പിന്നെ എൻഡോജീനസ് ഓപ്പിയോയിഡ്സിന്റെ കാര്യം പറഞ്ഞു. നമുക്ക് തനതായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു എൻഡോജീനസ് ഓപ്പിയോയിഡ്സിനെ ഹൈജാക്ക് ചെയ്തിട്ടാണ് ഡ്രഗ്സ് വർക്ക് ചെയ്യുന്നത്. അതേ കാര്യം തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. പിന്നെ ഈ ക്രേവിംഗ് ആൻഡ് ഹാബിറ്റ് ഫോർമേഷൻ, ഇങ്ങനെ നമുക്ക് സന്തോഷം തരുന്ന എന്ത് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ അതിങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യാനായിട്ട് തോന്നും. അങ്ങനെയാണ് ഈ പറയുന്ന ഒരു ക്രേവിംഗിലേക്കും വീണ്ടും അമ്പലത്തിൽ പോകാനും വീണ്ടും ഒരു സ്മോൾ അടിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. സോ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാം, അല്ലേ? മനുഷ്യരാണ്, ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് നമുക്കുണ്ടായിരുന്ന പ്രശ്നമായിരിക്കില്ല ഇപ്പം നമുക്കുള്ളത്, ഇനി ഒരു 5 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്നു. സോ പല പ്രശ്നങ്ങളിലൂടെ നമ്മളിങ്ങനെ പതുക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ പ്രശ്നങ്ങൾ എന്തായാലും വരും എന്ന് നമുക്കറിയാം. ആ പ്രശ്നങ്ങളെ നമ്മളിൽ പലരും പലപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നത് ഈ പറയുന്ന പല രീതിയിലുള്ള അഡിക്ഷനിലേക്ക് പോയിക്കൊണ്ടായിരിക്കും. ചിലര് ഈ പറഞ്ഞ പോലെ ഒരു സ്മോൾ അടിച്ച്, ചിലർ ഈ പറയുന്ന പോലെ ഒന്ന് കൊക്കെയിൻ എടുത്ത് ഏതെങ്കിലുമൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്ത്, ചിലർ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി തേങ്ങയും ഉടച്ച് ഇങ്ങനെ ഉരുളലിനൊക്കെ പോകത്തില്ലേ, അങ്ങനെ പല പരിപാടികൾ ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രശ്നം പരിഹരിക്കാൻ നോക്കുക, അല്ലേ? ഇപ്പൊ നമുക്കറിയാം പല ആളുകളും അമ്പലത്തിൽ പോയി ഉരുളി കമിഴ്ത്തും കുട്ടി ഉണ്ടാവാനായിട്ട്. അങ്ങനെ പല നീഡ്സിന് നമ്മൾ പല അമ്പലങ്ങളെ സമീപിച്ച് പല വിശ്വാസങ്ങളിലേക്ക് പോയി അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്. അവിടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല, മറിച്ച് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് എടുക്കുകയാണ്, ഒരു ചെറിയ സന്തോഷത്തിലേക്ക് പോവുകയാണ്. ആ സന്തോഷം, ആ ഒരു ഹൈ തീർന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ റിയാലിറ്റിയിലേക്ക് വരികയാണ്, അല്ലേ? സോ ഇത്തരത്തിൽ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനായിട്ട് ഒരു ലഹരിയെയും നമ്മൾ എടുക്കരുത്. ഒരു ഊന്നുവടിയും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നടത്താനായിട്ട് പ്രോപ്പറായിട്ട് മുന്നോട്ട് നടത്താൻ നമ്മളെ സഹായിക്കില്ല. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ഊന്നുവടികളും മാറ്റിവെച്ച് ജീവിതത്തിലെ പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിട്ട് പ്രശ്നങ്ങളെ റിസോൾവ് ചെയ്ത്, പ്രശ്നങ്ങളിൽ നിന്ന് ബ്രേക്ക് എടുക്കാതെ പ്രശ്നങ്ങളെ റിസോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ, നല്ല അടിപൊളിയായി ജീവിക്കാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ റെഫറൻസ്. ടെൽറ്റെയിൽ ബ്രെയിൻ, എനിക്ക് ഒരു ന്യൂറോബയോളജിയിൽ ഏറ്റവും കൂടുതൽ എന്നെ ഫാസിനേറ്റ് ചെയ്യിപ്പിച്ച, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച ഒരു പുസ്തകമാണ് ഈ ടെൽറ്റെയിൽ ബ്രെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മസ്തിഷ്കം, വികാരം, വേദന, വിശ്വാസം, ഈ ഒരു പുസ്തകവും ഈ ഒരു പ്രസന്റേഷന്റെ പല ഭാഗങ്ങളിലും പലതും കോട്ട് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ആചാരത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിലെ മറ്റേ തേങ്ങ എറിഞ്ഞുടയ്ക്കുന്ന ആചാരം, ആ ഒരു ആചാരത്തിന്റെ കാര്യം എനിക്ക് ഈ മതപ്പാടുകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് കിട്ടിയത്. ഇതുപോലെ പല വിയേർഡായിട്ടുള്ള ആചാരങ്ങളെ പറ്റിയിട്ടും ആ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് കുറച്ച് റെഫറൻസും എടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഈ ഒരു പ്രസന്റേഷനിലേക്ക് എത്തിയത്. എനിവേ അത്യാവശ്യം ഏറെക്കുറെ 1 മണിക്കൂറോളം ആകാറായി. ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ച് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞത്, ഇതിൽ മെസ്സേജ് ഒക്കെ ഓക്കെ ആയിരുന്നു, പക്ഷെ ചില മിസ്ലീഡിങ് ഉണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട് എനിക്ക്. ഒന്ന്, ആൽക്കഹോളും മറ്റേ എക്സ്റ്റേണൽ ഏജൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏജൻസും അതിലേതാണ് താരതമ്യേന ഏതാണ് നമുക്ക് ഹാനികരം എന്ന് പറഞ്ഞപ്പോൾ ആൽക്കഹോളാണെന്ന് പറഞ്ഞു. പക്ഷെ ആൽക്കഹോൾ എപ്പോഴും ഡോസാണ് നിർണ്ണയിക്കുന്നത്. ആൽക്കഹോൾ നമ്മൾ ഒരു മുട്ടുസൂചിയിൽ കുത്തി കഴിച്ചാലോ അല്ലെങ്കിൽ 20 ml കഴിക്കുന്നതും ആൽക്കഹോൾ അഡിക്റ്റ് ആയിട്ട് വളരെ അധികം ഉപയോഗിക്കുന്നതും ഡ്രഗ് എടുക്കുന്നത് വളരെ കുറഞ്ഞ ഡോസിലെടുക്കും. ആ ഒരു കമ്പാരിസൺ ഒരു ത്രാസിൽ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു വ്യത്യാസമുണ്ട്. അവിടെ ആൽക്കഹോളിന് മുൻഗണന ഉണ്ട്. ലോകത്ത് ആൽക്കഹോൾ കൺസംഷൻ കൂടുതലാണ്, അത് വേറെ കാര്യം. ആൽക്കഹോളിനൊരു പരിഗണന ഉണ്ട്.
ഇനി ഒന്ന് അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എത്ര കാലം എന്നൊന്നും പിടിയില്ല. ആ കുറഞ്ഞ കാലത്തിൽ ഞാനിത് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയുള്ള മെസ്സേജ് അല്ല, നമുക്ക് എല്ലാ തരത്തിലുള്ള മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കാത്ത സന്തോഷം ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഈ പുതുതലമുറയെ എപ്പോഴും മുൻ തലമുറ നോക്കി പറയുന്നത്. പക്ഷേ അത് ശരി തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ തലമുറ അവർക്ക് കിട്ടിയ അനുഭവങ്ങളിൽ നിന്നിട്ടാണ് ഈ പുതുതലമുറയെ നോക്കിയിട്ട് പറയുന്നത് നിങ്ങൾ ആ തെറ്റ് ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും ഉണ്ട് ആ ഒരു കോട്ട്. അവരെ പുതുതലമുറ ബാഡ് എന്നല്ല പറയുന്നത്, പക്ഷെ മുൻപേ പോയവരുടെ വിസ്ഡം നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കാനായിട്ടുള്ളൊരു ശ്രമമാണ്. ഇത് രണ്ടിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ശരിയാണോ തെറ്റാണോ എന്നാണ് എൻ്റെ ചോദ്യം. താങ്ക് യു. ഓൾറൈറ്റ്. സോ ആൽക്കഹോളിന്റെ കാര്യം തന്നെ ആദ്യം പറയാം. ആൽക്കഹോൾ ആണോ ഡ്രഗ് ആണോ എന്നുള്ളൊരു കമ്പാരിസൺ നടത്തുകയുണ്ടായി. ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം, അതായത് ആൽക്കഹോൾ വല്ലാണ്ട് നമ്മുടെ സമൂഹത്തിൽ കുഴപ്പമില്ലാത്ത സാധനം, ഒരു ദിവസം ഒരു ഗ്ലാസ് ഓഫ് ആൽക്കഹോൾ ഒന്നും കുഴപ്പമില്ല, കുറഞ്ഞ അളവിൽ ആൽക്കഹോൾ എടുക്കുന്നതിൽ പ്രശ്നമില്ല, ഇങ്ങനത്തെ ഒരു ധാരണ നമ്മുടെ സമൂഹത്തിൽ പ്രിവലൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ ആൽക്കഹോൾ ഒരു സിസ്റ്റമിക് പോയിസൺ ആണ്. മുടി മുതൽ നഖം വരെ എല്ലാ രീതിയിലും നമ്മളെ എഫക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമിക് പോയിസൺ ആണ് ആൽക്കഹോൾ. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ വിഷത്തിൽ ഏത് വിഷമാണ് ബെറ്റർ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ രണ്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്. പറഞ്ഞു വന്നപ്പോൾ മിസ്ലീഡിംഗ് ആയി പോയി എന്നുണ്ടെങ്കിൽ സോറി ഫോർ ദാറ്റ്. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഈ പഴയ തലമുറയുടെ വിസ്റ്റത്തിനെ പറ്റി പറയുന്നത്, പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, പഴയ തലമുറയാണ് അവർ കുറച്ചധികം ഒരു 10 ഓണം നമ്മളെക്കാട്ടി കൂടുതൽ ഉണ്ടു എന്ന് പറഞ്ഞിട്ട് അവർക്ക് വിസ്റ്റം ഉണ്ടാവാനുള്ള സാധ്യത ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ചിലപ്പോൾ അതിനെക്കാട്ടി കൂടുതൽ അന്നത്തെ തലമുറയിൽ ഉണ്ടായിരുന്ന ആളുകളെക്കാട്ടി കൂടുതൽ വിസ്റ്റവും എക്സ്പീരിയൻസും ഇന്നത്തെ തലമുറയിലുള്ള ആളുകൾക്ക് ഉണ്ടായേക്കാം. ബിക്കോസ് അവർക്ക് കിട്ടുന്ന എക്സ്പോഷറും മറ്റവർക്ക് കിട്ടിയ എക്സ്പോഷറുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അതുകൊണ്ട് തന്നെ പണ്ടത്തെ ആളുകൾക്ക് വിസ്റ്റം ഉണ്ടായിരുന്നതും അവർ ആ വിസ്റ്റമാണ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നും പറയുന്നതിൽ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. യെസ്, സോ അതാണ്. ഓക്കെ, സമയപരിമിതി മൂലം നമ്മൾ മറ്റു ചോദ്യങ്ങൾ ഒഴിവാക്കുകയാണ്. So thank you once again. Thank you for everyone.